നമ്മൾ ചിക്കൻ കറി വെക്കുകയാണ് കൂട്ടുകാരെ. അപ്പോൾ ആദ്യം വീഡിയോ എടുക്കാൻ അങ്ങ് മറന്നുപോയായിരുന്നേ. അപ്പോൾ ആദ്യം എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് ഞാൻ സവാള ഇട്ട് വഴണ്ട് വന്ന് ഒരുവിധം ചുമന്ന കളറായപ്പോഴത്തേക്ക് ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടു, കരിയാപ്പിലയും കൂടി ഇട്ടു. പിന്നെ അതിന് ശേഷം നന്നായിട്ട് നല്ലപോലെ ഇളക്കി അതൊന്ന് വഴണ്ടായപ്പോഴത്തേന് ചിക്കന് മഞ്ഞപ്പൊടിയും കുരുമുളകും ഇട്ട് ഇളക്കി വെച്ചിരിക്കുമായിരുന്നേ. അപ്പം അത് ആ എണ്ണയിലോട്ട് വഴറ്റിയ ഉള്ളിലോട്ട് ഇട്ടു. എന്നിട്ട് അതൊന്ന് മയമായി ഒരുവിധം ഒന്ന് വഴണ്ട് വരട്ടെ. അപ്പം ചിക്കൻ ഒരുവിധം പൊടിയാതിരിക്കുമല്ലോ. അപ്പം അതിന് വേണ്ടി ഒന്ന് വഴറ്റി ഉപ്പും ഇട്ടായിരുന്നു. സവാള വഴറ്റിയപ്പോൾ ഞാൻ ഉപ്പും ഇട്ടായിരുന്നേ, അതൊന്ന് വഴണ്ട് വരാനായിട്ട്. പിന്നെ അടുത്തത് മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ചിക്കൻ മസാല, ഇത് എത്രയും കൂടെ ഇച്ചിരി എണ്ണ ഒഴിച്ച് ചൂടാക്കി പച്ചമണം മാറുന്നതും വരെ ഇത് ചൂടാക്കി എടുത്ത് ഇവിടോട്ട് വെച്ചിട്ടുണ്ട്. തണുത്തു. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഇരിപ്പുണ്ട്, അത് ഒഴിച്ച് നല്ലതായിട്ട് കലക്കിയിട്ട് കറിക്കകത്ത് ഒഴിച്ച് കൊടുക്കണം. എല്ലാ കൂട്ടുകാർക്കും അറിയാം ചിക്കൻ കറി വെക്കാനൊക്കെ. എന്നാലും ഞാൻ എപ്പോഴും ഒന്നും നമ്മൾ ഇതുപോലെ ആയിരിക്കത്തില്ല വെക്കുന്നത്. എളുപ്പം എന്തെങ്കിലും ധൃതിയൊക്കെ ഉള്ള സമയമാണെങ്കിൽ ഞാൻ ഇത് ചൂടുവെള്ളമാണ് നമ്മൾ പടയെന്ന് അങ്ങ് വെക്കും. അന്നേരം ഞാൻ ചിലപ്പോൾ കുക്കറിലോട്ടൊക്കെ അങ്ങ് വെക്കും. അപ്പം അത്രയും കുഴപ്പമില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഇങ്ങനെ ഇച്ചിരി സമയമെടുത്ത് കറി വെക്കാമെന്ന് വിചാരിച്ചു. ഇനി ഇത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടെ. അപ്പം നമ്മൾ കുറച്ചും കൂടെ ഉപ്പ് വേണം. ഉപ്പ് നോക്കിയപ്പോൾ കല്ലുപ്പാണ് കൂട്ടുകാർ. അപ്പം അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് വെള്ളമേ ചിക്കൻ കറിക്ക് ഒഴിച്ചിട്ടുള്ളൂ. കാരണം ചിക്കൻ എണ്ണയ്ക്കകത്ത് തന്നെ കിടന്ന് ഒരുവിധം വാടി വയറ്റി നമ്മളെടുത്തപ്പോഴത്തേക്കിന് അത് ചിക്കനകത്തു നിന്ന് തന്നെ വെള്ളം ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളമേ വെച്ചുള്ളൂ. പിന്നെ ഇത് വേവും തോറും കുറച്ച് വെള്ളം ഇറങ്ങും. അതുകൊണ്ട് ഞാൻ ഒത്തിരി വെള്ളം വെച്ചില്ല. കറി ഒരുവിധം വേവായപ്പം ഒരു തക്കാളിക്ക് അരച്ചത് നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം. കറിക്ക് ഒരുവിധം നല്ല കൊഴുപ്പും കൂടെ കിട്ടും. നമ്മുടെ ചിക്കൻ കടു വറുത്തത് വറ്റൽമുളക് ഇട്ടു, അതിലേക്ക് പിന്നെ കടുക് ഇട്ടു, 2-3 ഉലുവ ഇട്ടു, കരിയാപ്പില. ചിക്കൻ കറി തയ്യാറ്. നല്ല കൊഴുപ്പില്ലേ ഗ്രേവിക്ക്, കണ്ട.